പെണ്ണ് കാണലിൻ്റെ കഥ പറ. അയ്യോ അത് ഭയങ്കര രസം. ഉള്ളി വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങക്കൊന്ന് വറുത്തെടുക്കാൻ. ആദ്യം കഥ ഒരു കഥ சொல்லட்டுமா? എനിക്ക് 6 പെണ്ണ് കണ്ട് എന്നെ കാണാൻ 6 പേര് വന്നു. പക്ഷെ 6 പേര് അതങ്ങനെ ഇങ്ങനെ തട്ടിവിട്ടൊക്കെ പോയി. 7ാമത് വന്നതാണ് നിങ്ങളുടെ അച്ഛൻ. അപ്പം നിങ്ങൾ അച്ഛൻ വരുമ്പോൾ ഞാൻ വീട്ടിലില്ല. ഞാൻ എവിടെയോ ആണ്, അയ്യത്തോ അപ്പുറത്തെ വീട്ടിലോ എവിടെയോ ആണ്. എന്നെ വിളിച്ചു വരുത്തി വീട്ടിൽ. വിളിച്ചു വരുത്തിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ കമ്പിളിനാരങ്ങ ഉണ്ട് നമ്മുടെ വീട്ടിൽ മുറ്റത്ത്. പിന്നെ മാങ്ങയും ഉണ്ട്. ഈ മാങ്ങ സീസണാണ്, മാർച്ച് മാസമാണ്. മാർച്ച് 12-ാം തീയതിയാണ്. അപ്പം പിന്നെ ഞാൻ നോക്കുമ്പോൾ 2 ആളുകൾ ഇരുന്ന് ഒരു കല്ലിൽ കയറി ഇരുന്നിട്ട് മാങ്ങ ഇടിച്ച് പറിച്ച് തിന്നുന്നു. ഒരാള് കമ്പിളി നാരങ്ങായും തിന്നുന്നു. അപ്പൊ ഞാൻ ആ ഒരാളെ എനിക്ക് നല്ലപോലെ അറിയാം. ഒരു ഗോപിയമ്മന്ന് പറഞ്ഞ ധർമ്മനാണ്, നല്ലപോലെ അറിയാം എനിക്ക്. അപ്പൊ ഞാൻ ഗോപിയമ്മന്ന് പറഞ്ഞപ്പോ ബാക്കി നിൽക്കുന്നാലെ മൈൻഡ് ചെയ്തേയില്ല. എന്നിട്ട് ഗോപിയമ്മനോട് ഏതെങ്കിലും കാര്യമൊക്കെ കൂളായിട്ട് നിന്ന് ഞാൻ ഒരു തടസ്സമില്ലാതെ പറഞ്ഞുകൊണ്ട് നിൽക്കാം. പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ മാമി വിളിച്ചു. അമ്മാവിൻ്റെ ആങ്ങള കൂട്ടുകുടുംബമാണല്ലോ. ഇപ്പൊ അമ്മാവനും എല്ലാം ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പൊ എന്നെ വിളിച്ച് അപ്പൊ ഇതിന് വരുന്നത് അവർക്കൊക്കെ അറിയാൻ എനിക്കറിയത്തില്ല. അപ്പൊ എന്നെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. ഞാനായെന്നും പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതെ പിന്നെ അവിടെ നിന്ന് കാര്യം പറഞ്ഞു നിൽക്കുക. വിളിക്കുന്നത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവള് വരട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ അവരുടെ വിളി അങ്ങനെ ചോദിക്കാനും പറയാനുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് വീട്ടിൽ തിരിച്ചു കയറിപ്പോയി. അപ്പോഴത്തേനും വീട്ടിൽ ചായയൊക്കെ ഇട്ട് എന്നെ വെച്ചിട്ട് എന്നോട് പറഞ്ഞതാ നിന്നെ കാണാൻ വന്ന ചെറുക്കനാത് ഇതെല്ലാം ഗോപിയണ്ണനാണ് കൊണ്ടുവന്നേക്കുന്നത്, ചായ കൊണ്ട് കൊടുക്കാൻ. അയ്യോ ഞാനത് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് ഒരു നിപ്പ് നിന്ന ഞാൻ പിന്നെ അവരെപ്പം വീട്ടിൽ നിന്ന് പോയോ ആ സമയം വരെ അവർ നിപ്പ് നിന്നു, തിരിഞ്ഞ് വരെ നോക്കിയില്ല. അപ്പം ചിന്ന ചേട്ടൻ പറഞ്ഞു വേണ്ട കണ്ടല്ലോ പെണ്ണും ചെറുക്കനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതുകൊണ്ട് ഇനി കണ്ടു വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ചേട്ടനും അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് പോയി. പിന്നെ വരുന്നത് അവരുടെ വീട്ടുകാരെല്ലാം കൂടെ ആലോചിക്കാനും എല്ലാം കൂടെ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പെണ്ണുകാണുന്നത്. അതുപോലെ ഞാൻ ആർക്കും ചായയൊന്നും ഞാനൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. വീട്ടുകാരെ തന്നെ ആലോചിച്ച് പറഞ്ഞിട്ട് പോവുകയുള്ളൂ. പക്ഷെ ഇത് മാത്രം എനിക്ക് ചായ കൊണ്ട് കൊടുക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായി. പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് പോയിട്ട് അപ്പം തന്നെ കല്യാണം കഴിച്ചു പോയില്ല. മാർച്ച് മാസം 12-ാം തീയതി ആയിരുന്നു പെണ്ണാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ജൂലൈ 14 ആയപ്പം നിശ്ചയമായി. നിശ്ചയം കഴിഞ്ഞിട്ട് പിന്നെ ഓഗസ്റ്റ് 30-നായിരുന്നു കല്യാണം. അപ്പം 4 മാസത്തോളം ഏകദേശം ഉണ്ടായിരുന്നു. മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ 4 മാസം ഉണ്ടായിരുന്നു. അല്ല 4 അല്ല അതിൽ കൂടുതലുണ്ടായിരുന്നു. ഓഗസ്റ്റിലല്ലേ. അപ്പം അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അപ്പം എനിക്ക് 19 വയസ്സുണ്ട്. 19 വയസ്സ് കെട്ടിച്ചു വിട്ടു. 19 വയസ്സ് കെട്ടിച്ചു. എന്തിനാ? അതന്ന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വന്നത് റിസൾട്ട് പോലും വരുന്നതിന് മുമ്പ് കല്യാണം ഉറപ്പിച്ച് വെച്ചു കിടക്കും. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അവരൊക്കെ പെൺപിള്ളേർ വളർന്ന് നിന്നാലേ ബാധ്യത അയ്യോ കൊച്ചിൻ്റെ കല്യാണം ആയില്ല എന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതോടെ മയങ്ങി വീഴും. അപ്പം അങ്ങനെയായിരുന്നു ആ കാലഘട്ടം. അതുകൊണ്ട് അമ്മയുടെ കല്യാണമൊക്കെ പെട്ടെന്ന് കഴിച്ചു. പക്ഷെ നിങ്ങളൊക്കെ അമ്മയ്ക്ക് 21 വയസ്സൊക്കെ കഴിഞ്ഞാൽ ജീവിച്ചത്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാണല്ലോ കല്യാണം കഴിഞ്ഞ് പോകുന്നന്ന് ആരോ പശു അമറി കേട്ടോ. ഒരു പശു ഭയങ്കരമായിട്ട് കരഞ്ഞ. അതിന് വിശന്നിട്ട് ആരൻ്റെ എവിടെ കൊണ്ട് കെട്ടിയപ്പോൾ കരഞ്ഞതാ. വർഗീസാറിൻ്റെ അടുത്ത പശുവായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു പശുവൊക്കെ അമറി സുഖം, ശോഭയുടെ നല്ല ജീവിതമാണെന്നു. ഞാനിത് കേൾക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല അന്ന് ഈ പറയുന്നതിൻ്റെ അർത്ഥമൊന്നും എന്തുവാണ്. പക്ഷേ അയ്യോ പശു അമറിയത് വിശന്നിട്ടാണെന്ന് എനിക്ക് അവിടെ ചെന്ന് കയറിയപ്പോഴേ മനസ്സിലായി. അവിടെ ചെന്ന് അങ്ങോട്ട് കയറിയതും ഞായറാഴ്ചയായിരുന്നേ. അപ്പോൾ ഞായറാഴ്ചയായിരുന്നു കല്യാണം. എന്നിട്ട് അന്ന് പിന്നെ ഇതുണ്ട് രാജകാലം എപ്പോഴാണ് 4:30 തൊട്ട് 6 മണി വരെ ഉണ്ടാവും. അപ്പം അതിന് മുമ്പ് കയറണമെന്ന് വിചാരിച്ചപ്പോൾ പറ്റിയില്ല. പിന്നെ 4:30 കഴിഞ്ഞിട്ടാണ് കയറി. 6 മണി കഴിഞ്ഞിട്ടാണ് കയറി. അപ്പൊ ചെന്നപ്പോഴത്തേക്കും രാവിലെ എങ്ങാണ്ട് ഏതാണ്ട് കഴിച്ചതല്ലേ ഞാൻ. നമ്മുടെ ഒന്നും കല്യാണം നമുക്ക് സ്വന്തം കല്യാണം ഒന്നും ഉണ്ണാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരുടെയും കണ്ണ് നമ്മളെങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ പിന്നെ നാണമൊക്കെ അഭിനയിക്കണ്ടേ.
അങ്ങനെയാണോ ഇല്ല. എന്നാലും അതെല്ലാം കഴിഞ്ഞിട്ട് വിശന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ടല്ലേ ഒന്നുമില്ല വീട്ടിൽ കഴിക്കാൻ. അവിടുന്ന് അപ്പുറത്ത് ഞാൻ പറയത്തില്ല പിന്നെ മഞ്ഞളുടെ പിന്നെ അളവ് പറഞ്ഞ ചേച്ചി എന്നെ വിളിച്ചിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ചോറും മീൻകറിയും എല്ലാം കൂടെ തന്നു കഴിക്കാൻ. ഞാൻ അത് കഴിച്ചു. എനിക്ക് വിശപ്പായിരുന്നു. ആര് തന്നെന്ന് വന്നാൽ അപ്പം ഞാൻ നോക്ക് തോന്നിയില്ല. കഴിച്ചിട്ട് ഞാൻ ഇപ്പുറത്ത് വന്നപ്പോൾ ഉണ്ടല്ലേ നിങ്ങളുടെ അച്ഛമ്മ ഉണ്ടല്ലേ എന്നോട് പറയാ ചോറും കറിയും വെക്കാൻ. ദൈവമേ, നമ്മുടെ വീട്ടിൽ അടുക്കള എവിടെയാന്ന് പോലും ആ സമയം വരെ എനിക്കറിയത്തില്ല. കഴിക്കുന്നത് പോലും അന്ന് അടുക്കളയിലല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്, ഇപ്പുറത്ത് മുറിയിലല്ലേ കഴിക്കുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല അന്ന് അടുക്കള എവിടെയാണ്. അടുക്കള എന്തുവാ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞ് എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അച്ഛമ്മ വന്നാൽ എൻ്റെ കാർക്കൂന്തിൽ കെട്ടി വെച്ചില്ലെങ്കിൽ മുടി കഴിഞ്ഞ് വീഴുമെന്ന് പറഞ്ഞ് തുടങ്ങും. എന്നിട്ട് ഞാനിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കും. അമ്മനെ എൻ്റെ ഒരു മുറവ് എടുത്തോണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇന്ന് തക്കാളിക്ക കറിയും വെച്ചിട്ട് കാബേജ് തോരനും വെക്കണമെന്ന് പറഞ്ഞ് എന്നേക്കായി വലിയൊരു കാബേജ് എടുത്തോണ്ട് തന്നു. ഞാൻ അപ്പം പേടിയാ. അന്നൊക്കെ അമ്മായിയമ്മ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയക്കും. ഇന്നൊന്നും പേടിക്കാൻ തോന്നിയില്ല, അന്ന് പേടിയാ. അപ്പം ഞാൻ ചെറിയമ്മ എന്നാൽ കാബേജ് കൊത്താന്നും പറഞ്ഞിട്ട് അരിയാനെ കൊണ്ട് ഞാൻ ആദ്യം ഈ കാബേജ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ വെട്ടം വെട്ടി. എൻ്റെ ഈ വിരലിൻ്റെ ഇപ്പോഴും കാണാം, ഈ വിരൽ ഇത്ര ഇളകി പോകുന്നു. അപ്പം തന്നെ കമല ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് മമ്മി ഇത് കാണിച്ചോണ്ടിരിക്കുന്നത് കൊച്ചിനോട് ഇങ്ങനെയാണോ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒത്തിരി വഴക്കൊക്കെ ഇങ്ങനെ അച്ഛമ്മയെ പറഞ്ഞിട്ട് എന്നെ അങ്ങ് വിളിച്ചോണ്ട് പോയി. നീ ഒന്നും ചെയ്യണ്ട നിൽക്കണ്ട കുഞ്ഞ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് പോയി. ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ കമല ചേച്ചിക്ക്. എന്നോട് ഭയങ്കര അവരൊന്നും കല്യാണത്തിന് വന്നില്ലേ? എല്ലാവരും ഉണ്ട്, അവരൊക്കെ വന്നു. പക്ഷെ അവർക്ക് ജോലി അന്ന് കമല ചേച്ചിയുടെ മൂത്ത മോളുണ്ട് ലാലിന്നാവര്, അവൾ വന്നില്ലായിരുന്നു. അപ്പൊ അവൾ ആ മീൻകറിയൊക്കെ വെച്ചത്. ഇവര് എല്ലാവരും കഴിക്കണ്ടേ, അതുകൊണ്ട് അവളെല്ലാം ചെയ്ത് വെച്ച്. അവളാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല അത്ര. അവളാന്നോ ഇനി കമല ചേച്ചി വന്നില്ലയോ എന്നൊന്നും എനിക്ക് അന്നേരം ഒന്നും അറിയില്ല. പിന്നെ ആ കൈ മുറിഞ്ഞത് കൊണ്ട് അന്നത്തെ രാത്രിയിലത്തെ ജോലിയൊന്നും ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഇങ്ങനെ അമ്മ പറയാം ശോഭ ഇന്ന് നീ വേണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനെന്ന്. ദൈവമേ, അടുത്ത യുദ്ധം അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ എന്താ ചെയ്യണം എനിക്കൊന്നും അറിയില്ല. അപ്പം അമ്മയ്ക്ക് 4 മാസം കല്യാണം പിന്നെ ഇവരുടെ വീട്ടിൽ പരിപാലിക്കാൻ എന്നെ കൊണ്ടുവന്നതെന്നോ നമ്മുടെ വീട്ടിലെ ധാരണ അങ്ങനൊന്നും ഇല്ല. അവർക്ക് അമ്മച്ചമ്മയ്ക്ക് ഞാൻ നമ്മുടെ വീട്ടിൽ എങ്ങനെ ആയിരുന്നു അതേപോലെ ആയിരിക്കും എന്നാണ് ഇവരുടെയൊക്കെ ധാരണ. അപ്പൊ എനിക്ക് അതൊന്നും അറിയുകയോ ഇല്ലാത്തതുകൊണ്ട് ആരും അത്ര കാര്യമാക്കിയില്ല. ഇവിടെ ആരും ഇല്ല മോനെ, ഒരു അമ്മയും മോനും മാത്രം, അച്ഛമ്മയും മോനും മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ആ വീട്ടിൽ ജോലിയൊന്നും ഇല്ലല്ലോ. അമ്മ ജോലി ചെയ്തോളൂന്ന് നമ്മൾ വിചാരിക്കും. നമ്മുടെ വീട്ടിലും അങ്ങനെ വിചാരിച്ചു. പക്ഷെ അമ്മ ജോലിയൊന്നും ചെയ്യത്തില്ല, മടിച്ച. ഞാൻ ചെല്ലാൻ നോക്കിയിരിക്കായിരുന്നു അമ്മ. അങ്ങനെ രാവിലെ ഞാൻ മുട്ട പുഴുങ്ങി 3 മുട്ടയൊക്കെ ഇട്ട് പുഴുങ്ങിയിട്ട് കടുങ്കാപ്പി ഇട്ടു. പാല് ചായ ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല, കടുങ്കാപ്പി ഇട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് കൊടുത്തേച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു. അച്ഛൻ ചിരിയും തുടങ്ങി. അച്ഛൻ പാവമായിരുന്നു കേട്ടോ, ആ സമയത്തൊക്കെ നല്ല പാവമായിരുന്നു, ചിരി തുടങ്ങി. എന്നിട്ട് അമ്മ എന്താണെന്ന് പറയാ അപ്പം തന്നെ പോയി. ഇതിന് എൻ്റെ പരിപാലം കണ്ടപ്പോഴേ അമ്മ പോയി. പിന്നെ അതിലും രസം എന്താ, അങ്ങനെയൊക്കെ എങ്ങനെ 3-4 ദിവസമൊക്കെ തള്ളി വിട്ടു. ആ വ്യാഴാഴ്ച എന്താടാ TV കാണാനോ? ചേച്ചി TV കാണാനോ? ആ അമ്മ ചോദിക്കാം. ആ ചേച്ചി മോൻ ചേച്ചിയുടെ മുടിയെ പിടിച്ച് വലിച്ചോ? എന്താടാ മോൻ്റെ കൈയെ പിടിച്ച് വലിച്ചോ ചേച്ചി? ആണോ? അമ്മ ചോദിക്കാം. അയ്യോ ഇപ്പം എന്തോ ചെയ്യുന്നത്? ചിക്കൻ ഇട്ടിട്ട് വഴട്ടുകയാണ്. പാത്രത്തിൽ കൊള്ളത്തില്ല, അപ്പം അമ്മ വേറെ പാത്രം മാറി. എന്നിട്ട് ഇത് വഴണ്ട് ഇതങ്ങനെ അങ്ങ് അടച്ചു വെക്കണം. ഇത് തന്നെ വെള്ളം ഇറങ്ങി വേണം ഇത് വേവാനൊക്കെ ഉണ്ട്. എന്നിട്ട് ഓണം വന്നില്ലേ, പിന്നെ അല്ലല്ല ഇത് നമ്മുടെ വീട്ടിലോട്ട് വിരുന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ചടങ്ങുണ്ട്. അത് വ്യാഴാഴ്ച ദിവസം അത് വന്നു, എല്ലാവരും വന്ന് അതൊക്കെ ചടങ്ങൊക്കെ കഴിഞ്ഞു. പക്ഷെ പിറ്റേ ഞായറാഴ്ച അന്ന് ഓണമായിരുന്നു. കല്യാണ ചിങ്ങത്തിലായതുകൊണ്ട് പിറ്റേ ഞായറാഴ്ച ഓണമായിരുന്നു. അപ്പോൾ ഓണത്തിന് ഉപ്പേരി വറക്കണം. തിന്നിട്ടുള്ളതല്ലാതെ വറക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പം ഞാൻ എന്താ പറയുമ്പോൾ കുറേ പേപ്പറുകളൊക്കെ എല്ലാം അങ്ങോട്ട് നൂത്ത് വെച്ചിട്ട് ഈ വാഴക്കൊല ഇങ്ങനെ കൊണ്ടുവന്ന് വെട്ടി ഞങ്ങൾ ഇട്ടു. ഇട്ടിട്ട് പൊളിക്കാനെ കൊണ്ട്
പൊളിക്കാനെ കൊണ്ട് ഞാൻ കയ്യൊക്കെ അറിയാവുമല്ലോ ഇങ്ങനെയൊക്കെ വിചാരിച്ച്. എന്നിട്ട് അപ്പോൾ ചേട്ടനും വന്നു സഹായിക്കാൻ വന്നു. പൊളിച്ച് ഞങ്ങൾ കേട്ടോ. കുറച്ച് ഒരു വലിയ കൊലയായിരുന്നു, പക്ഷെ കുറേ പൊളിച്ച് ഞങ്ങൾ. പൊളിച്ചിട്ട് ഇത് അരിയണമല്ലോ. അപ്പം എങ്ങനെ അരി ഞങ്ങൾ ഈ പേപ്പർ നിരത്തി ഈ തറയിൽ തന്നെ ഇട്ടു. എന്നിട്ട് അരിഞ്ഞരിഞ്ഞു ഇങ്ങനെ. അപ്പം അമ്മയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒന്നേ തൊടാതെ പേപ്പറിനകത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇതിൻ്റെ കറയുണ്ട്. കുറേ കറ ഇങ്ങനെ ആ പേപ്പറിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ ഈ പെട്ടെന്ന് വറുത്ത് കോരിയെടുക്കും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനും എന്താണെന്ന് അറിയാമോ പേപ്പർ അങ്ങോട്ട് 3-4 വലിയ ഷീറ്റ് പേപ്പറൊക്കെ അങ്ങോട്ട് നിരത്തി വെച്ച് ഇങ്ങനെ ഓരോന്ന് അരിഞ്ഞിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് അരിച്ചിൽ പോലും തീരുന്നില്ല. അപ്പം രാത്രിയിലാണ് തുടങ്ങിയത്. ഞാൻ അവിടോട്ട് കിടന്നു ആ കറയിൽ തന്നെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. എനിക്കറിയില്ല ചെയ്യാൻ. പക്ഷേ നിങ്ങളുടെ അച്ഛമ്മ രാവിലെ ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ ഞാൻ അവിടെ തന്നെ കിടപ്പുണ്ട്. പക്ഷേ വറുത്ത് വെച്ചിരുന്നു. അത്രയും ഒരു നല്ല ഗുണം നിങ്ങളുടെ അച്ഛമ്മ എന്നോട് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഞായറാഴ്ച ഓണത്തിൻ്റെ വന്ന് അന്ന് അവരുന്ന് നമ്മൾ വരണത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ വരാനൊക്കെ ചോറൊക്കെ നിന്നാൽ എല്ലാവരും കാത്തിരുന്നു. എന്നിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ചോറുണ്ട്. നമുക്കത് ഭയങ്കര സന്തോഷമായിരുന്നു.